കിഫ്ബിയിൽ ടോൾ പിരിക്കാനുള്ള സർക്കാർ നീക്കം ഒന്നാം പിണറായി സർക്കാരിന്റെ നിലപാടിനു വിരുദ്ധം. ടോളോ യൂസർ ഫീയോ ഈടാക്കില്ലെന്നായിരുന്നു അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് നിയമസഭയിൽ നൽകിയ ഉറപ്പ്. നിയമത്തിന്റെ കരട് തയ്യാറാക്കുന്നതിനായി സാധ്യതാ പഠനം തുടങ്ങി. വരുമാനത്തിനൊപ്പം കേന്ദ്രത്തിനെതിരായ സുപ്രീം കോടതിയിലെ കേസും കൂടി ലക്ഷ്യമിട്ടാണ് ടോൾ പിരിക്കാനുള്ള സർക്കാർ നീക്കം. 2019 ജൂണിലാണ് നിയമസഭയിൽ പ്രതിപക്ഷ എംഎൽഎമാരുടെ ചോദ്യത്തിന് അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി പദ്ധതികളിൽ നിന്ന് ടോളോ യൂസർ ഫീയോ പിരിക്കില്ലെന്ന് വിശദീകരിച്ചത്. അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ കേന്ദ്രം സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നയം മാറ്റം. എന്നാൽ ഇക്കാര്യത്തിൽ മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന നിലപാടിലാണ് LDF കൺവീനർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഇതിന്റെ അകത്തൊരു ഭിന്നതയും വരാനിടയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള പാർട്ടികളിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ അതെല്ലാം ചർച്ച നടത്തി പരിഹാരം കാണുന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കാറുണ്ട്. കിഫ്ബിയുടെ തിരിച്ചടവിനുള്ള വരുമാനം മാത്രം ലക്ഷ്യമിട്ടുള്ള നീക്കമല്ലിതെന്നാണ് വിവരം. കിഫ്ബി പോലെ വായ്പയെടുക്കുന്ന ദേശീയപാത അതോറിറ്റിക്ക് ടോൾ വരുമാനമുണ്ടെന്നാണ് സുപ്രീം കോടതിയിലെ കേസിലെ കേന്ദ്രവാദങ്ങളിലൊന്ന്. സമാനമായ ടോൾ വരുമാനം കിഫ്ബിക്കുമുണ്ടെന്ന് സ്ഥാപിക്കാനാണ് നിയമനിർമ്മാണത്തിലൂടെയുള്ള ശ്രമം. ഇതിനിടയിൽ AI ക്യാമറയുമായി ബന്ധിപ്പിച്ച് ടോൾ ഈടാക്കുന്നതിനുള്ള സാധ്യതാ പഠനം അമ്പലപ്പുഴ തിരുവല്ല പാതയിൽ പുരോഗമിക്കുകയാണ്. കരട് ബില്ല് തയ്യാറാക്കാൻ കൂടിയാണ് കിഫ്ബിയുടെ സാധ്യതാ പഠനം. മീഡിയ 1 തിരുവനന്തപുരം.